ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താ ചെയ്യാ പറഞ്ഞോടുക്കേ ഇജ്ജ് പറഞ്ഞോടുക്കേട്ടോ. ഞാൻ അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താ വെച്ചാല്, ഒരു സാധനം ഇവിടെ നോക്കി ഞാൻ പറഞ്ഞുതരാം. ഒരു സാധനം ബോക്സിനുള്ളിലാക്കും, എന്നിട്ട് നമ്മൾ കൈ ഇട്ടാണ്ട് എന്താണെന്ന് പറയണം. കൈ ഇങ്ങനെ തൊട്ടൊക്കെയാണ്ട് എന്താ പറയണം. അപ്പൊ അതിന് എന്ത് ചെയ്യണമെന്നറിയോ, 5 സാധനങ്ങൾ ഇജ്ജ് എടുത്ത് വെക്കണം. ഞാൻ കാണരുത്. അപ്പം 5 സാധനം വേറെ എടുത്ത് വെച്ചിക്കോ. അപ്പം ഞാനും എടുത്ത് വെക്കും 5 സാധനങ്ങൾ. എന്നിട്ട് അങ്ങനെ നല്ല കണ്ണും വേണ്ടല്ല മാറ്റി പരിപാടി. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട്. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ വീഡിയോക്കുള്ള ലൊക്കേഷൻ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനം വെക്കും, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കണ്ണ് കെട്ടും. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചുള്ളത്. അപ്പം ഇവൻ എന്തൊക്കെയാണ് വെക്കുന്ന സാധനങ്ങളൊക്കെ ഇവൻ്റെ റൂമിൽ ഇവൻ നാളെ ഒളിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പം ഞാൻ എൻ്റെ റൂമിൽ എന്തൊക്കെയാണ് ഞാൻ എന്തൊക്കെയാണ് വെക്കുന്നത് എൻ്റെ റൂമിൽ ഒളിപ്പിച്ച് ചാവിത ഇത് വെച്ചിട്ടോ. നമ്മളെന്താണ് ഫുള്ള് റിയലാണ്, സ്ക്രിപ്റ്റഡ് അല്ല. ഞാൻ കാണിച്ചു കേട്ടോ, ചാവി വരെ കാണിച്ചു തരാം. എനിക്ക് വിശ്വാസമായിട്ട് ചോദിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ അറിയുന്നത് നമ്മൾ സ്ക്രിപ്റ്റഡ് ആണോ ഡൗട്ട് കളിച്ചിട്ടുണ്ട്. മറ്റേതെന്താ എണ്ണിക്കോ, 10 വരെ 10 ആവണോലാണ്. 1 2 3 4 5 6 7 8 9 10. ഇവനിത് ആദ്യം ഞാനാക്കിയാലും ആയിക്കോട്ടെ, ഞാൻ ആക്കിക്കോളാം, കുഴപ്പമില്ല. പക്ഷേ റൂൾസ് ഞങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ക്യാമറ ഒക്കെ ഹാൻഡിൽ ചെയ്യേണ്ട ഇജാണ്. പിന്നെന്താ അങ്ങനെ ഉദ്ദേശിച്ചതാ. ആയിക്കോട്ടെ, നജ് ഫസ്റ്റ് കണ്ണടിക്കോ. ഞാൻ ഇതിന് മുന്നേ സംഭവങ്ങൾ പറഞ്ഞുതരാം. അതായത് ഈ സാധനം എടുത്തേക്കണ പോലാണ് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കേണ്ടത്. ക്യാമറ റൂമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോണ്ടി, അതിൻ്റെ ഇഷ്ടം കാട്ടാ. അതിന് കുറേ നേരം എടുത്തിങ്ങനെ വെക്കരുത്. വേഗം സാധനങ്ങൾ എന്താ വെച്ചാൽ ജസ്റ്റ് പല നേരം കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഞാൻ അവൻ്റെ കണ്ണിട്ടാണ്. പിന്നെ ഇവിടെ പിടിച്ച് നിൽക്കട്ടെ, ഞാൻ വരാൻ ഒരു 5 മിനിറ്റ് തരാം. ഒന്നൂറ് പോയി അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റായി നിൽക്കട്ടോ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സിമ്പിളായിട്ടുള്ള ചീർപ്പനെ കൊടുക്കാം ഗൈസ്. ആകുമ്പോൾ എനിക്ക് ഫസ്റ്റ് സിമ്പിൾ, പിന്നെ ടഫ് അല്ലെ. നമുക്ക് ഫസ്റ്റ് ഇത് കൊടുക്കാം. ഇത് ഏതാ കൊടുക്കുക, ഇത് കൊടുക്കുക. ഫസ്റ്റ് ഇത് കൊടുക്കുക, ചീർപ്പ്. അതിനായിട്ടോ ഞാൻ വെക്കട്ടെ, സാധനം വെക്കട്ടെ. എന്തും വരട്ടെ, എനിക്ക് ചിലപ്പോൾ ജീവനുള്ളാവാം. അതൊന്നും പറയാറ്റില്ല. ചിലപ്പോൾ ജീവനുള്ള വരും, ചിലപ്പോൾ ഒറിജിനലും വരും. ചിലപ്പോൾ ജീവനില്ലാത്ത വരും. ഒന്നും പറയാറ്റില്ല, ഡൗട്ടാണ്. ആദ്യം എടുക്കല്ല, തൊട്ട് വെക്കാനേ പറ്റുള്ളൂ, എടുക്കാൻ പറ്റൂല. ജീവൻ അനങ്ങി നോക്കിക്ക, ഉറപ്പല്ലേ? എന്നാ എന്താ പറ, എന്ത് ചീപ്പോ? ഉറപ്പിച്ചോ? എത്രത്തോളം? ഈ ചെങ്ങായി ഇത് വേഗം കണ്ടെത്തി കഴിച്ചു. അപ്പൊ ജായിക്ക് ഒരു പോയിന്റ്. ഇവനൊക്കെ ബുദ്ധി കളിച്ചു കേട്ടോ. അപ്പൊ ജയിക്കോ ഞാൻ ജയിക്കോ കാണാൻ ഗൈസ്. അപ്പൊ ജായി ഫസ്റ്റ് ഒരു പോയിന്റ് നേടിയിരിക്കുകയാണ്. ഞാൻ പോവാണ്. ഞാൻ പോട്ടെ. അയോ ഹരം കൊണ്ടും ഇതൊക്കെ കണ്ട്. ഇത് അന്ന മറ്റേ സാധനം, ഈ നടുവത്തെ കണ്ട ഫോർക്ക്. ഇത് 2 സാധനം കണ്ടത് ഇതില് ഫോർക്ക്. അപ്പൊ ഞാനൊരു പോയിന്റ് അല്ലേ ഉറപ്പിച്ച. ഈ 4 കാലും അതേമാതിരി 2 ഫോർക്ക് ഇവിടെ കൊണ്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഒരു പോയിന്റ് നേടും പറഞ്ഞു നേടും. മീൻസ് ചെന്റെ വാശിയാണ്. കാരണം എന്താ വെച്ചാൽ ഇവന്റെ വയസ്സിന് ഇളയതാണ്. പക്ഷെ ഞാൻ ചലഞ്ച് വെക്കണതിലൊക്കെ ഓനം ജയിക്കും. ഞാൻ എനിക്ക് ചെറിയ ഇളവ് കൊടുത്തു. അപ്പൊ ഇപ്രാവശ്യം നല്ല കട്ടൊക്കെ പിടിച്ചെടുക്കും ഞാൻ. അപ്പൊ നമുക്ക് നേരെ അടുത്ത സാധനം ഞാനാണ്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കും ഗൈസ്. ഈ പൊട്ടനത്തെ കാട്ടീന് ഞാൻ എടുക്കണ ബാധ്യത, ഫോർക്ക് എടുക്കണ ബാധ്യത ഒക്കെ ഇതാക്കിന് ക്യാമറ ഓണൊക്കെ മറന്നു. ഇങ്ങനെ ഒരു പൊട്ടന് ഗൈസ് എന്താണ് എന്താ കമ്മി. അപ്പം
ആ തിരിച്ചു നോക്കണ്ട ജി. ആ ക്യാമറ നല്ല ചേക്ക് വെക്കണം. ഇനി മേലേക്ക് ചോദിച്ചോ. 4K എടുത്തോണ്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ നമ്മൾ സ്റ്റാൻഡാണ്. ചായക്ക് സുഖമുള്ള ഇങ്ങനെ കൊടുത്തു പോകാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡാണ്. ഫോണൊക്കെ വെക്കണേ. ഇത് ജീവുണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അനങ്ങല്ലേ? കൊറേ ടൈം ഒന്നും തരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഈ സംഗതി കണ്ടെത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ജായ്ക്ക് 2 പോയിന്റ്, എനിക്ക് ഇപ്പം കെട്ടിട്ടോ. റെഡി അല്ലേ? റെഡി അല്ലേ ചോദിച്ചാല് ഞാൻ കെട്ടിയില്ലല്ലോ. ഓക്കെ അപ്പൊ വെച്ചോ. അരികോ ഇത് ബക്കറ്റ് കഴിയിട്. ഓക്കെ പൊന്തിച്ചാറ്റില്ലായിരുന്നല്ലേ? വാച്ചാണ് ഈ ബാക്കത്തെ ഈ ഒരു ഷേപ്പ് ഇവിടെ തൊട്ടാൽ മനസ്സിലാവും. ഇത് വാച്ചാണ്. വാച്ചിന്റെ മറ്റേ നടുവത്തെ സാധനം മാത്രമേ ഉള്ളൂ. ഇവിടെ തിരിച്ചെന്തോ സാധനം ഉണ്ട്. സ്വിച്ച് അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അതിന് വാച്ച് ഏതാ? എനിക്ക് എൻ്റെ ഉള്ള ഏത് വാച്ച് എനിക്കറിയാം. വാച്ചിന്റെ പേരെങ്ങനെയാണ് മനസ്സിലാവുക? എളുപ്പമുണ്ടല്ലോ. അപ്പം എന്നാല് എനിക്ക് ഇന്റെ അടുത്തുള്ള വാച്ചാണ്. ഞാൻ ഏതെന്റെ പേര് എനിക്കറിയില്ല. പേരെനിക്കറിയില്ല, അറിയൂല. പക്ഷെ വാച്ചാണ്. അപ്പൊ എനിക്ക് 2 പോയിന്റ് അടിച്ചിരിക്കാണ് ഗൈസ്. ഈ സാധനം നിങ്ങൾക്ക് പാറും കണ്ടെത്ത സാധനം നിങ്ങൾ പൊട്ടിച്ച് നിൽക്കാനും പോയി ഒരു കാറ് കണ്ടെത്തും. നല്ലതൊക്കെ ശീതം ഇതും എനിക്ക് ഇതൊക്കെ എന്തായാലും കണ്ടെത്താൻ കഴിയില്ലാണ് എനിക്ക് തോന്നുന്നത്. ആ മെല്ലെ അറിയും. കാരപ്പനിരിക്കാൻ പോകാൻ ബുക്കൊന്നുമില്ല. മെല്ലെ അറിയും കേട്ടോ. ഈ ചെങ്ങായി ഇത് ഫുള്ള് കണ്ടെത്താൻ ഗൈസ്. അപ്പൊ അവന് 3 പോയിന്റ്, എനിക്ക് 2 പോയിന്റ്. ചെങ്ങായി ഇതൊക്കെ എടുത്ത് വന്ന് എത്തൊക്കെ ഉണ്ടാവും. ഇഷ്ടോർക്കട്ടോ. ഇപ്പം കെട്ടിയണേ. ഓണാക്കിയോ? ഉറപ്പല്ലേ? അപ്പൊ ഗൈസ് എന്റെ മൈൻഡ് തുറന്നിട്ട് ഇത് നമ്മളെ എന്താ പറയാ എല്ലാരും വെക്കണെന്താ ടൈമീസ്. നിക്ക് ഈ സാധനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തായാലോ ചിലപ്പോൾ എനിക്ക് പൊന്തിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ചിലപ്പോൾ പൊന്തിച്ചെന്ന് വരും. പൊന്തിക്കാക്കണേക്കാണ് നല്ലത്. ചിലപ്പോൾ ജീവൻ ഉണ്ടാവാം, ചിലപ്പോൾ ജീവൻ ഉണ്ടാവൂല. ജീവളാന്നും പറയത്തില്ലല്ലോ. ഈ ചെങ്ങായി ഇതിങ്ങനെ വരെ ഇത് തൊക്കേതവന് കണ്ടെത്താനല്ലേ എനിക്കൊരു ഞാൻ കൂടെ ഉള്ളൂ. അതും കൂടി ഞാൻ കണ്ടെത്തിയാ പോരെ. ആയോ പിന്നെ മൈൻഡൻ തുറന്നിട്ട് ചുറ്റുമ്പലം മറന്നിട്ട് കയ്യിലുള്ള മതിലും നക്കലിന് പത്തുമേക്കുള്ളിലുള്ള തൊട്ടി ഇറക്കിട്ട് ചവിട്ടി പൊടിക്കുമ്പോൾ ഫ്ലോറിന് വെട്ടപ്പേക്ക് ഫ്ലോറിന് വിറപ്പേക്ക് ഞാൻ കണ്ടെത്തും. ഫ്ലോറിന് ഏടാ മോന്റെ വെച്ചൂടെ. ക്യാമറ ഓഫ് ആക്കണ്ട. വെച്ചു. മൈൻഡൻ തുറന്നിട്ട് ചുറ്റുമ്പലം മറന്നിട്ട് കയ്യിൽ ഇതിപ്പത്താ മറ്റേ സ്റ്റാൻഡ് ഞാനെടുത്ത് ഈ സ്റ്റാൻഡ് ചുടുത്ത് നോക്കണേ. അപ്പൊ ജായി അങ്ങനെ നിൽക്കുന്നുണ്ട്. കാണാണത്തരയിൻ്റെ കണ്ണോട്ടം അതിക്കടി ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് ഇനി എത്ര സാധനം അല്ലല്ലോ. പിന്നെ ഒരു സാധനം ഒന്ന് ജായ്ക്കിന് 2 ഉണ്ട്. 2 അല്ല, ഒന്ന് സോറി. ജായ്ക്കിനൊന്നും എനിക്കിനൊന്നും. അപ്പോൾ ഞാൻ എൻ്റെ 1 എടുത്തിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ജായി 1 എടുക്കും. ഇത് കണ്ടെത്തുക ഗൈസ്. അപ്പോൾ ഇനി എടുക്കുന്നത് മരമുട്ടയാണ്. ഇത് ഒരിക്കലും അയമുട്ടയില്ല കേട്ടോ, മരമുട്ടി. ഒരിക്കലും സ്ഥിരമാണ് ആയിരിക്കണം. സംഭവമല്ല, ഒരു കോമഡി ഉണ്ടായി. കാരണം എന്താ വെച്ചാലില്ലേ,
ഇവനിക്ക് എൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ എന്തൊക്കെ സാധനം ഉള്ളത് ഫസ്റ്റ് ഒറ്റ ഫ്രെയിം ഒക്കെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാമായിരുന്നു. അതായത് ഞാൻ എന്തൊക്കെയാണ് എടുത്ത വീഡിയോസ് വെറുതെ ഗാലറി എടുത്ത് നോക്കിയാൽ മതി, അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ നോക്കിയില്ല കേട്ടോ, പക്ഷെ ഓൻ നോക്കിയില്ല. പക്ഷെ ഇപ്പോഴാണ് ഐഡിയ വന്നത് കേട്ടോ. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഓന് നോക്കിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണം. നോക്കിയിട്ടുണ്ടായില്ല, അതിനുള്ള ബുദ്ധിയൊന്നും ഇത് അഞ്ചേനെ ഇല്ല. അപ്പോൾ ഞാൻ ഇത് ഓനക്ക് കൊടുക്കാൻ വേണ്ടി പോകണേ, പക്ഷെ അവിടെ വെക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ എനിക്കുമല്ലെന്ന് അറിയില്ല. ഇതെൻ്റെ ആപ്പാടുള്ള പ്രതീക്ഷ. അപ്പോൾ ഓന് എന്തൊരു സാധനം കൂടി ഉണ്ട്. ഇതിലല്ലേ എനിക്ക് ജാതി കൈയിടട്ടെ, ഞാൻ കുറേ കാര്യങ്ങൾ പറയേണ്ടത്. ഈ സാധനം ചിലപ്പം ഇതേപോലത്തെ ഇതിന് പ്രത്യേകമായിട്ടുള്ള ഷേപ്പില്ല ഈ സാധനത്തിന്. മനസ്സിലായോ? ഈ സാധനം പല ടൈപ്പും ഉണ്ടാവും, പല ഷേപ്പിലും ഉണ്ടാവും. മീൻസ് ഇതേപോലെയുള്ള പല ഷേപ്പിലും ഉണ്ടാവും. ഓക്കെ, ഇതിന് സ്ഥിരതല്ല, ഷേപ്പില്ല. അപ്പം എനിക്ക് കണ്ടെത്താൻ കുറച്ച് ടാസ്ക് ആയിക്കാരം. ഓക്കെ, അപ്പം ഇത് കണ്ടെത്തണം. ആ വെച്ചിപ്പോ അവിടെ ഇല്ല അത് ഇതാണ് കുറച്ചും കൂടി. ആ അവിടെ തന്നെ ഉറപ്പിച്ചോ? ഉറപ്പല്ലേ? കല്ലാണോ വർഗാണോ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചില്ലേ ഗൈസ്? അപ്പൊ ജാതിന് ശരിയൊക്കെ കണ്ടു. ഞാൻ നല്ല നേരത്തെ പറഞ്ഞ നല്ല വീപ്പിച്ചാ നിൽക്കുന്നു. അപ്പൊ കണ്ടെത്തി ഗൈസ്. സത്യം പറഞ്ഞ ഗാലറി എടുത്ത് നോക്കണോ? ഗാലറി എടുത്ത് നോക്കണോ? ഉറപ്പല്ലേ? നമുക്ക് രണ്ടാക്കും ഒരു നമ്മൾ പൊട്ടനായി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗാലറി എടുത്ത് നോക്കിയാലേ 5 എത്തൊക്കെ സാധനം എടുത്ത് നേരി കാണാൻ കഴിച്ചു. വീഡിയോ എടുത്തേരി. മനസ്സിലായോ? ഓഫാക്കിയാണ് ഞാൻ. അങ്ങനെ ഞാൻ നേരെ പോയി എടുത്തേക്കാം. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കി ഇത് നോക്കിയില്ല, എനിക്ക് ബുദ്ധി ഉണ്ടായില്ല. സാരല്ലോ, പോട്ടെ. ആ എന്നാ സാധനം എടുത്തോണ്ടി വേഗം. ഞാൻ പോട്ടെ. വർഗമുട്ടി ഇട്ടില്ല. ഞാൻ പോവാണ് ഗൈസ്. ആയില്ലോ വെക്കട്ടെ. ചോദന വർഗമുട്ടിയാണ് ഡൗട്ടും. കാരണം എന്താ വെച്ചാൽ നേരത്തെ പറഞ്ഞു ഞാൻ വലിയ സാധനം എടുത്ത്. ആ വലിയ സാധനം അതാണ് എനിക്ക് തോന്നുന്നത്. ഇത് വാട്ടർ ബോട്ടിലാണ്, തുറക്കണ ജാതിന്റെ വാട്ടർ ബോട്ടിലാണ്. കുറെ കളറുള്ള സാധനമാണ് തോന്നുന്നത്. അത് എനിക്കറിയില്ല. പക്ഷെ വാട്ടർ ബോട്ടിലാണ് ഈ സാധനം. കണ്ടില്ലേ ഈ സൗണ്ട്? ഞാൻ നേരത്തെ നിർബന്ധം കേട്ടില്ല. അപ്പൊ അടിച്ചിനകത്ത് വാട്ടർ ബോട്ടിൽ ചിന്തിക്ക് ബ്രോ. അപ്പൊ നമ്മൾ രണ്ടാളും വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സമനിലയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പൊ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്.